നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. എരുമപ്പെട്ടി കടങ്ങോട് റോഡിനു സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രക്കാരും പന്നിത്തടം സ്വദേശികളുമായ ആഷിഫ, ആഷ്മിൽ, ഫിദ എന്നിവർക്കാണ് പരിക്കേറ്റത്. രാവിലെ 8 മണിയോടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ 3 പേരെയും എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപ്പാന പുരസ്കാരം പ്രശസ്ത സാഹിത്യ നിരൂപകൻ പ്രൊഫസർ KP ശങ്കരന് സമ്മാനിച്ചു. ഗുരുവായൂർ ദേവസ്വം പൂന്താന ദിനം ആഘോഷത്തിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥാണ് പുരസ്കാരം സമ്മാനിച്ചത്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പൂന്താനം സമ്പൂർണ്ണ കൃതികളുടെ പാരായണത്തോടെയാണ് പൂന്താന ദിനാഘോഷ പരിപാടികൾ തുടങ്ങിയത്. തുടർന്ന് നാരായണീയം ഹാളിൽ സാഹിത്യ സെമിനാർ നടന്നു. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പ്രശസ്ത കവികൾ പങ്കെടുത്ത കാവ്യാർച്ചനയുമുണ്ടായി. വൈകിട്ട് 6-ന് ചേർന്ന സാംസ്കാരിക സമ്മേളനം മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് നിർവഹിച്ചു. പാണ്ഡ്യയും പഞ്ചാരിയും തമ്മിലുള്ള വ്യത്യാസം എന്താ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, പഞ്ചാരിയിൽ സംഗീതമുണ്ട്. അതുപോലെ സംഗീത ലോകത്ത് ശങ്കരൻ മാസ്റ്റർ നിരൂപണ ലോകത്തിൻ്റെ വ്യത്യാസം എന്താ? അതിൽ സംഗീതമുണ്ട്, താളമുണ്ട്. മറ്റു പലതിലും ശബ്ദമുണ്ട്, ഒച്ചയുണ്ട്, അങ്ങനെ പലതുമുണ്ട്. സംഗീതാത്മകമായ സംഗീതവും താളവും നിറഞ്ഞ നിരൂപണ ലോകം. ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനായി. പുരസ്കാര നിർണയ സമിതി അംഗമായ കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി പുരസ്കാര സ്വീകർത്താവിനെ പരിചയപ്പെടുത്തി. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് മുഖ്യാതിഥിയായിരുന്നു. ചെറുകഥാകൃത്ത് N രാജൻ പൂന്താന അനുസ്മരണം നടത്തി. ദേവസ്വം ഭരണസമിതി അംഗം C മനോജ് സ്വാഗതവും പ്രസിദ്ധീകരണ വിഭാഗം അസിസ്റ്റന്റ് മാനേജർ KG സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു. ശേഷം കലാമണ്ഡലം വീണ വാര്യരുടെ മോഹിനിയാട്ടം അരങ്ങേറി. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന വിവിധ വ്യക്തിഗത ആനുകൂല്യങ്ങൾ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ചിത്ര വിനോബാജി വിതരണോദ്ഘാടനം നിർവഹിച്ചു. 3,48,000 രൂപ വകയിരുത്തി വയോജനങ്ങൾക്ക് കട്ടിലുകൾ, 2 ലക്ഷം രൂപ വകയിരുത്തി SC വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, 57,000 രൂപ വകയിരുത്തി വിദ്യാർത്ഥികൾക്ക് മേശ, കസേര എന്നിവയാണ് വിതരണം ചെയ്തത്. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് NS സുമേഷ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ സെബി മണ്ടുംപാൽ, A രത്നകുമാരി, പഞ്ചായത്ത് അംഗങ്ങൾ, ICDS സൂപ്പർവൈസർ സുലു എന്നിവർ സംസാരിച്ചു. നമ്മൾ ഈ പ്രായമായ ആളുകൾക്ക് തന്നെ താഴേക്ക് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ പ്രായമായ ഉണ്ടാവുന്ന നമുക്ക് ജീവിതശൈലി രോഗങ്ങളും മറ്റും ഉള്ളവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ മുൻഗണന നൽകി വെച്ചു വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ PHC മുഖാന്തരം ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകൾ, അതുപോലെ തന്നെ പാലിയേറ്റീവ് വഴി കട്ടിൽ, എയർബെഡ്, സ്റ്റിക്ക് തുടങ്ങിയ നിരവധികളായ പദ്ധതികൾ നമ്മൾ നടത്തി വരുന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡിലെ പുല്ലൂർ കടവിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. 2.25 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശ്രീദേവി ടീച്ചർ, ജനപ്രതിനിധികളായ ക്ലമന്റ് ഫ്രാൻസിസ്, TG പ്രവീൺ, NS സജിത്ത്, സുനീതി അരുൺകുമാർ എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുജലാശയത്തിൽ കാർപ്പ് വിത്ത് നിക്ഷേപം എന്ന പദ്ധതി പ്രകാരമാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ പുല്ലൂർ കടവിൽ നിക്ഷേപിച്ചത്. ജലമലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം എന്നിങ്ങനെ പല കാരണങ്ങളാൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ഉൾനാടൻ ജലാശയങ്ങളിലെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിച്ച് മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് 2.25 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെ പുല്ലൂർ കടവിൽ നിക്ഷേപിച്ചത്. 2024-25 സാമ്പത്തിക വർഷത്തിലെ പൊതുജലാശയങ്ങളിൽ മീൻകുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുക എന്ന പദ്ധതി ഇപ്പോൾ 23 കേന്ദ്രങ്ങൾ നടപ്പാക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ മുല്ലശ്ശേരി ഡിവിഷനിൽ മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡിൽ പുല്ലൂർ കടവിൽ 2 ലക്ഷത്തോളം മീൻകുഞ്ഞുങ്ങളെയാണ് ഇവിടെ നിക്ഷേപിക്കുന്നത്. നമുക്കറിയാം, മത്സ്യസമ്പത്ത് കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള പദ്ധതികൾ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്തുകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫിഷറീസ് വകുപ്പ് അടക്കമുള്ള നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ നടപ്പാക്കുമ്പോൾ ഈ പ്രദേശത്തെ ഒട്ടനവധി ആളുകൾ തൃശ്ശൂർ ജില്ലയുടെ കിഴക്ക് ഭാഗത്തു നിന്നടക്കം ഇവിടെ വന്ന മത്സ്യങ്ങളെ ചൂണ്ടയിട്ട് പിടിക്കുന്നുണ്ട്. കേരള സർക്കാരിന്റെ ക്യാൻസർ നിർണയ പരിപാടിയായ ആരോഗ്യമാനന്ദത്തിന്റെ വടക്കേകാട് പഞ്ചായത്ത് തല ഉദ്ഘാടനം നടത്തി. വടക്കേകാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ ഉദ്ഘാടനം നിർവഹിച്ചു.
സ്ത്രീകളിലെ ഗർഭാശയ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ എന്നിവ നേരത്തെ കണ്ടെത്തുന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. ഇതോടനുബന്ധിച്ച് പാസ്മിയർ കളക്ഷൻ ക്യാമ്പും നടന്നു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ജിൽസി ബാബു, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV അബ്ദുൾ റഷീദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രുക്മിയ സുധീർ എന്നിവർ പങ്കെടുത്തു. വടക്കേകാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്ന ക്യാമ്പിൽ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ശ്രീകല പരിശോധന നടത്തി. പൊന്നിയൂർകുളം ശാന്തി ഹോസ്പിറ്റലിന്റെ സൗജന്യ സേവന സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഹെൽത്ത് സൂപ്പർവൈസർ ബിജോഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ PG അശോകൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ K സുജിത്ത്, അൻവർ ഷെരീഫ് എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള അങ്ങാടി മോർ അത്തനാസിയോസ് കുടുംബ യൂണിറ്റിന്റെ വാർഷിക യോഗം നടത്തി. CB ജോബിന്റെ ഭവനത്തിൽ നടന്ന വാർഷികം വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നിൽ ഉദ്ഘാടനം ചെയ്തു. പുലിക്കോട്ടിൽ മാർത്ത കുഞ്ഞുമോന്റെ പാവനസ്മരണയ്ക്കായി SSLC വിജയികൾക്ക് ഉപഹാരങ്ങൾ നൽകി. വാർഷിക യോഗത്തിൽ പള്ളി ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, കുടുംബ യൂണിറ്റ് കൺവീനർ CV ഷാബു, ജോബിൻ ജോണി എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് അംഗങ്ങളുടെ കലാപരിപാടികളും ലേലവിളിയുമുണ്ടായി. പുതിയ ഭാരവാഹികളായി വൈസ് പ്രസിഡന്റ് ഗീവർ സൈമൺ, സെക്രട്ടറി ഓമന ജോസ്, ജോയിന്റ് സെക്രട്ടറി PU ഷാമുവേൽ, ട്രഷറർ കൊച്ചുമോൻ CC, പള്ളി പ്രതിനിധിയായി CI ജെയ്സൺ എന്നിവരെ തെരഞ്ഞെടുത്തു. തട്ടകത്തമ്മയെ ദർശിക്കാൻ 32 വർഷങ്ങൾക്കു ശേഷം കരിയന്നൂർ ദേശകുതിര വേലൂർ മണിമലർക്കാവിലേക്ക് പുറപ്പെട്ടു. ജനകീയ ദേശകൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കുതിരയെ എഴുന്നള്ളിക്കുന്നത്. വേലൂർ മണിമലർക്കാവ് ക്ഷേത്രത്തിലെ കുംഭഭരണി വേലയാഘോഷത്തിൽ ഇത്തവണ കരിയന്നൂർ ദേശകുതിരയും പങ്കെടുക്കും. 32 വർഷമായി മുടങ്ങിയ കുതിര എഴുന്നള്ളിപ്പ് ജനകീയ ദേശകൂട്ടായ്മ രൂപീകരിച്ചാണ് പുനരാരംഭിച്ചത്. മുൻപ് മരത്തിലും തകിടിലും പണിത കുതിരയായിരുന്നു എഴുന്നള്ളിച്ചിരുന്നത്. ഇത്തവണ വെള്ളോടിയോടുകൂടിയ പുതിയ പട്ടുകുതിരയാണ് നിർമ്മിച്ചിരിക്കുന്നത്. പഴവൂർ ചന്ദ്രൻ ആശാരിയാണ് പ്ലാവിന്റെ മരത്തിൽ കുതിരത്തല നിർമ്മിച്ചത്. തയ്യൂർ ഉണ്ണി ആശാരി തണ്ടും ചട്ടക്കൂടും നിർമ്മിച്ചു. സുധൻ ചൂണ്ടൽ ചൂരൽ പണികളും ചെയ്തു. സുനിൽ ചൂണ്ടലാണ് വെള്ളോടിയെ നിർമ്മിച്ചത്. തണ്ടിലും ഹരിദാസനാണ് പട്ടുചുറ്റി അലങ്കാരങ്ങൾ ചെയ്തത്. ദേശത്തെ തച്ചന്മാരും നിർമ്മാണത്തിൽ പങ്കാളികളായി. ദേശകമ്മിറ്റി പ്രസിഡന്റ് ചന്ദ്രൻ തേറുപറമ്പിൽ, സെക്രട്ടറി KS വേലായുധൻ, ട്രഷറർ ഡോക്ടർ AS സുധീഷ് കുമാർ എന്നിവരാണ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. കരിയന്നൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയ പൂജാകർമ്മങ്ങൾക്ക് ശേഷം നിർമ്മാണത്തിൽ പ്രധാന പങ്കാളികളായ KS വേലായുധൻ കുതിരയ്ക്ക് തലകൊളുത്തി. തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയവരെയും മരവും മറ്റും നൽകി സഹകരിച്ച് നേതൃത്വം നൽകിയവരെയും ആദരിച്ചു. തുടർന്ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ കുതിരയെഴുന്നള്ളിപ്പ് ആരംഭിച്ചു. ദേശത്തെ തച്ചന്മാരുടെയും പെരുവണ്ണാന്മാരുടെയും കരവിരുതും തച്ചുശാസ്ത്രവും ഒത്തുചേർന്നപ്പോൾ കുതിരവേലയ്ക്കെത്തിയ ആയിരങ്ങൾക്ക് വിസ്മയമുണർത്തുന്ന വർണ്ണക്കാഴ്ചയായി. വേലൂർ മണിമലർക്കാവ് കുതിരവേലയിൽ തച്ചുശാസ്ത്രത്തിന്റെ അതിനൂതനമായ സങ്കേതങ്ങൾ നിറഞ്ഞ ശില്പചാതുര്യത്തിന്റെ നേർക്കാഴ്ചയായ തിരിക്കുതിരകൾ പുതുതലമുറയ്ക്ക് നൽകുന്നത് ഗണിതശാസ്ത്രവും കൊത്തുപണിയും ഒത്തുചേർന്ന വേലൂരിന്റെ തനതായ ശില്പചരിത കൂടിയാണ്. പണ്ടുകാലത്ത് ദേശത്തെ കഴിവു തെളിയിച്ച തച്ചന്മാരാണ് കുതിരവേലയിലെ കുതിരകൾക്ക് രൂപകൽപ്പന നടത്തിയത്. തച്ചുശാസ്ത്രത്തിന്റെ അനുഭവ പാഠങ്ങളുടെ നേർസാക്ഷ്യമാണ് ഈ തിരിക്കുതിരകൾ. ഇത് നിർമ്മിച്ച തച്ചന്മാരാരും സ്കൂളിൽ പോയി ഗണിതശാസ്ത്രത്തിൽ സാധ്യതകൾ പഠിച്ചവരല്ല. അനുഭവമാണ് ഇവർക്ക് ഗുരുവായി തീർന്നത്. അതുകൊണ്ട് തന്നെ വേലയ്ക്ക് കുതിരയെ നിർമ്മിക്കുന്നതിൽ ദേശത്തെ പ്രധാന ആശാരിമാരാണ് പങ്കുവഹിക്കുക. 30 അടിയിലധികം നീളമുള്ള 3 തേക്കിൻ തണ്ടിലാണ് 4 അടിയോളം ഉയരത്തിൽ കുതിരയെയും പടയാളികളെയും ചുറ്റുഗോപുരവും അലങ്കാരങ്ങളും ഇവർ തീർത്തിരിക്കുന്നത്. കിടക്കുന്ന രീതിയിൽ ആദ്യം ഘടിപ്പിക്കുന്ന കുതിരയെ എഴുന്നള്ളിപ്പിന്റെ സമയങ്ങളിൽ 2 അടിയോളം ഉയരത്തിൽ എഴുന്നേൽപ്പിച്ച് നിർത്താനുള്ള സംവിധാനവുമുണ്ട്. കുതിര കാലുകൾക്കും ചുറ്റുഗോപുരങ്ങൾക്കും ആഭരണ ആടയാടകൾക്കും നൂറ്റാണ്ടിന്റെ പഴക്കമാണുള്ളത്. ഇവയൊക്കെയും കൊത്തുപണികളിൽ സമ്പന്നമാണ്. ചിത്രപ്പണി ചെയ്ത മരത്തിലുള്ള കുതിരത്തലയും ഏറെ ആകർഷണീയമാണ്. കനം കുറഞ്ഞ മുളം തണ്ടുകളിൽ കയർ ചുറ്റി നിർമ്മിച്ച കുതിരയുടെ ആകൃതിക്കുള്ളിൽ പട്ടു ചുറ്റുന്നത് ദേശത്തെ അവകാശമുള്ള പെരുവണ്ണാന്മാരാണ്. വെങ്ങിലശ്ശേരി അമ്പലക്കുതിര, വേലൂർ ദേശക്കുതിര എന്നീ തിരിക്കുതിരകളാണ് വേലയ്ക്കെത്തുന്നത്. തല മുകളിലേക്കും താഴേക്കും ചലിക്കുന്ന രീതിയിൽ തലയാട്ടുന്ന തിരിക്കുതിരകൾ വേലൂർ മണിമലർക്കാവ് കുതിരവേലയ്ക്ക് മാത്രമാണ് കാണാനാവുക.
രാജഭരണകാലത്ത് രാജഭക്തി പ്രകടമാക്കുന്നതിനാണ് വേലൂർ, വെങ്ങിലശ്ശേരി എന്നീ ദേശങ്ങളിൽ തിരിക്കുതിരകളെ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തിരിക്കുതിരകളുടെ ഗോപുര പലകകളിൽ പാലാഴിമഥനവും അംഗത്തിനു പുറപ്പെടുന്ന പടയാളികളുടെ പ്രതിമകളും രാജ്യകന്യകയുടെ പല്ലക്ക് യാത്രയും കൊത്തിവെച്ചിട്ടുണ്ട്. കുമിഴ്, കുങ്കുമം എന്നീ മരങ്ങളാണ് കൊത്തുപണിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. മാസങ്ങളോളം ഔഷധക്കൂട്ടിട്ട എണ്ണത്തോണിയിൽ ഇട്ടുവെച്ചതിനു ശേഷമാണ് കൊത്തുപണികൾ നടത്തിയതെന്ന് പറയപ്പെടുന്നു. 30 അടിയിലധികം നീളമുള്ള തേക്കിന്റെ മരത്തിൽ കടഞ്ഞെടുത്ത തണ്ടുകളിൽ തേക്കിൻ പലകകൾ നിരത്തിയുറപ്പിച്ച ശേഷം ഇതിന് മധ്യത്തിൽ മരത്തിലുള്ള അച്ചുതണ്ടിലാണ് കുതിരയെ ഉറപ്പിക്കുന്നത്. പലകകളിൽ മരചക്രങ്ങൾ ഘടിപ്പിച്ച് കുതിരയെ ഉറപ്പിച്ച അച്ചുതണ്ടുമായി ബന്ധിപ്പിക്കുന്നു. അച്ചുതണ്ട് തിരിക്കുന്നതോടെ കുതിരയും തണ്ടുകളിൽ തിരിയാൻ തുടങ്ങും. കുതിരയ്ക്കു മുന്നിലുള്ള പാവകൾ എന്നറിയപ്പെടുന്ന പടയാളികളും ചെറുകുതിരയും ദേശകുതിരയ്ക്ക് അഴകും സംരക്ഷണവുമാണ് നൽകുന്നത്. നൂറ്റാണ്ടുകൾ പിന്നിട്ടെങ്കിലും ഇന്നും അതേ രീതിയിൽ രൂപത്തിൽ മാറ്റമുണ്ടാകാതെ ഈ കുതിരകൾ ഇപ്പോഴും വേലയ്ക്കെത്തുന്നത് നിർമ്മാണത്തിലെ സവിശേഷത ഒന്നുകൊണ്ടു മാത്രമാണ്. വേലൂർ മണിമലർക്കാവ് കുതിരവേലയോടനുബന്ധിച്ചു നടന്ന നടക്കൽ പറയ്ക്ക് വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. ഭരണിവേലയിൽ മാത്രം 700-ലധികം പറയാണ് വെച്ചത്. അരി, നെല്ല്, മലർ, അവിൽ, ശർക്കര, പൂവ്, പഞ്ചസാര, മഞ്ഞൾ, നാളികേരം, കുങ്കുമപ്പൊടി, മഞ്ഞൾപ്പൊടി തുടങ്ങിയവ കൊണ്ടാണ് പറ വെച്ചത്. ഭരണിവേലയിൽ കാലത്ത് 11 മണി വരെയാണ് നടക്കൽ പറ നടന്നത്. മേളത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രകോമരം ദേവിക്കു വേണ്ടി പറ കൈകൊണ്ടു. നടക്കൽ പറയ്ക്കു ശേഷം കുറൂർ മനപ്പറമ്പിലെ പറയ്ക്കു ശേഷം 15 ദിവസങ്ങളിലായി നടന്നു വന്ന പറയെടുപ്പ് അവസാനിച്ചു. വേലൂർ മണിമലർക്കാവ് അശ്വതിവേലയ്ക്കെത്തിയ കുതിരകളെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു. അശ്വതിവേലയിൽ വേലൂർ ദേശകുതിര, വെങ്ങിലശ്ശേരി ദേശം അയ്യപ്പൻകാവ് കുതിര, വേലൂർ അമ്പലവട്ടം ദേശകുതിര എന്നിവയാണ് ക്ഷേത്രത്തിലെത്തിയത്. പഞ്ചവാദ്യം, തെയ്യം, മേളം എന്നിവയുടെ അകമ്പടിയോടെയാണ് കുതിരകളെത്തിയത്. രാവിലെ കുതിര പുണ്യാഹത്തിനു ശേഷമാണ് കുതിരകളെ ക്ഷേത്രം മതിൽക്കെട്ടിനുള്ളിലേക്ക് എഴുന്നള്ളിച്ചത്. കൂടൽമാണിക്യം ദേവസ്വം കീഴടമായ ആളൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ 2025-26 പൂരാഘോഷത്തോടനുബന്ധിച്ചുള്ള പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ക്ഷേത്ര മൈതാനിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ പി വിജയൻ പ്രസിഡന്റ്, CK സന്തോഷ് സെക്രട്ടറി, KR സോമൻ ട്രഷറർ, CS രാജൻ വൈസ് പ്രസിഡന്റ്, സുമേഷ് KN ജോയിന്റ് സെക്രട്ടറി എന്നിവരടങ്ങുന്ന 15 പേരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയാണ് തെരഞ്ഞെടുത്തത്. അടുത്ത വർഷവും പൂരാഘോഷം അതിഗംഭീരമായ രീതിയിൽ നടത്തുമെന്ന് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. വടക്കേകാട് കപ്പളിയങ്ങാട് ഭഗവതി ക്ഷേത്രത്തിൽ ഭരണി ആഘോഷങ്ങൾക്ക് തുടക്കമായി. അശ്വതി ദിവസമായ തിങ്കളാഴ്ച രാവിലെ നടന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി മുല്ലപ്പള്ളി മനക്കൽ ശശിധരൻ ഭട്ടതിരിപ്പാട്, ക്ഷേത്രം മേൽശാന്തി റോഷിൻ, കീഴ്ശാന്തി അനന്തകൃഷ്ണൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വേല ഉത്സവങ്ങൾ കാവിലെത്തി സംഗമിച്ചു. നാട്ടുതാലം എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിലെത്തിച്ചേർന്ന് കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. ചൊവ്വാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്കു ശേഷം വർഷത്തിലൊരിക്കൽ മാത്രം തുറക്കുന്ന വടക്കുംവാതിൽ തുറന്ന് ഭക്തർക്ക് ദർശനം നൽകി. പട്ടും താലിയും ചാർത്തൽ, പറവെപ്പ് എന്നിവയുമുണ്ടായിരുന്നു. വൈകിട്ട് 4 മുതൽ തട്ടിന്മേൽ കളി, 5:30 മുതൽ തിറകയറ്റം, നാടൻ കലാരൂപങ്ങളുടെ വരവ്, ശേഷം അടകുത്തി പുഴുങ്ങുന്നവരുടെ അടുപ്പിലേക്ക് മേൽശാന്തി തീ പകരും. രാത്രി നിരൂതയുടെ മ്യൂസിക് നൈറ്റ് ഉണ്ടാകും. കാർത്തിക ദിവസം രാവിലെ വിശേഷാൽ പൂജകൾ, പായസ വിതരണം, അടകുത്തി പുഴുങ്ങാൻ എത്തിയവരെ അരിയെറിയൽ, പ്രസാദ ഊട്ട് എന്നിവയുണ്ടാകും. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് പ്രമോദ് കിളിയമ്പറമ്പിൽ, സെക്രട്ടറി ധനീഷ് താമരശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകും.
മന്നലാംകുന്ന് GFUP സ്കൂൾ 102-ാം വാർഷിക സമ്മേളനം പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് വി സമീർ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് AEO PM ജയശ്രീ എൻഡോമെന്റ് വിതരണം നടത്തി. പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായിക റൈഹാന മുത്തു മുഖ്യാതിഥിയായി. സീനിയർ അധ്യാപിക റിനീഷ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കമറുദ്ദീൻ, പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK വിജയൻ, വാർഡ് മെമ്പർ അസീസ് മന്നലാംകുന്ന്, മുൻ പ്രധാനാധ്യാപിക PT ശാന്ത തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ കോൺവൊക്കേഷനും പ്രദേശത്തെ അങ്കണവാടി വിദ്യാർത്ഥികളുടെയും സ്കൂൾ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികളും ഉണ്ടായിരുന്നു. ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പെരുമ്പടപ്പ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പടപ്പ് പഞ്ചായത്തിന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തി. പോരാടത്ത് കുഞ്ഞിമോൻ ഉദ്ഘാടനം ചെയ്തു. മനോഹരൻ കരുത്തൻ, മജീദ് പാണക്കാട്, സാഗിർ, സിനുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. നിരപ്പിന്റെ ശുശ്രൂഷ എന്നറിയപ്പെടുന്ന ശുബ്കോനോ ശുശ്രൂഷയോടെ സഭ ആഗമനം വലിയ നോമ്പിന് തുടക്കം കുറിച്ചു. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് പള്ളിയിൽ ഫാദർ ജോസഫ് ജോസ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശുബ്കോനോ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. ഞമനങ്ങാട് ന്യൂ ALP സ്കൂൾ 76-ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും മാതൃസംഗമവും പുതിയ പാചകപ്പുരയുടെ ഉദ്ഘാടനവും നടത്തി. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഗോപിനാഥ് പണിക്കർ അധ്യക്ഷത വഹിച്ചു. വടക്കേകാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV റഷീദ് എൻഡോമെന്റ് വിതരണം നടത്തി. ശ്രീധരൻ മാക്കാലിക്കൽ പ്രതിഭാതരം നടത്തി. സരിത ഷാജി, നൂൺമീൽ ഓഫീസർ ജീൻസ് ലാസറസ്, വേലായുധൻ മാസ്റ്റർ, സ്കൂൾ ലീഡർ അബ്ദുൾ വഹാബ് തുടങ്ങിയവർ സംസാരിച്ചു. പുന്നയൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർക്കാർ സ്കൂളുകളിലേക്ക് ബിന്നുകൾ വിതരണം ചെയ്തു. മാലിന്യങ്ങൾ തരംതിരിച്ച് ശരിയായ രീതിയിൽ സംസ്കരിക്കുക എന്ന ആശയം കുട്ടികളിൽ നിന്നും ഉടലെടുക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച കളക്ടേഴ്സ് അറ്റ് സ്കൂൾ പദ്ധതി പ്രകാരമാണ് ബിന്നുകൾ വിതരണം ചെയ്തത്. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ അധ്യക്ഷത വഹിച്ചു. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ശശിധരൻ, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ രോഹിണി സോമസുന്ദരൻ, IRTC കോർഡിനേറ്റർ BS ആരിഫ, PTA പ്രസിഡന്റ് സുധീർ ഈച്ചിത്തറയിൽ, വൈസ് പ്രസിഡന്റ് രഘുനന്ദൻ, പ്രധാനാധ്യാപിക പ്രഭാവതി തുടങ്ങിയവർ പങ്കെടുത്തു. കോട്ടോൽ ദളിത് കോളനിയിലെ കുടുംബങ്ങൾക്ക് LED ബൾബുകൾ സൗജന്യമായി വിതരണം ചെയ്തു. വിമൻസ് ദേശീയ ശാസ്ത്രദിനത്തിന്റെ ഭാഗമായി പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിലെ ഫിസിക്സ് വിഭാഗം വിദ്യാർത്ഥികൾ ഉന്നത ഭാരത് അഭിയാന്റെ നേതൃത്വത്തിൽ കോട്ടോൽ ദളിത് നഗറായ നായാടി നഗർ സന്ദർശിച്ചപ്പോഴാണ് വിദ്യാർത്ഥികൾ നിർമ്മിച്ച LED ബൾബുകൾ 10ഓളം കുടുംബങ്ങൾക്ക് സൗജന്യമായി വിതരണം ചെയ്തത്. ഫിസിക്സ് വിഭാഗം മേധാവി KV നാദിയ ദളിത് നഗർ നിവാസിയായ VC സാവിത്രിക്ക് ബൾബ് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അധ്യാപികയായ ഷാക്കിറ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7,990 രൂപ, പവന് 63,920 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 107 രൂപ. ചരമം. ചാലിശ്ശേരി കളിയത്ത് കർപ്പുട്ടി നിര്യാതനായി. 91 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9 മണിക്ക് ഷൊർണൂർ ചെറുതുരുത്തി ശാന്തി തീരത്ത് നടക്കും. പരേതയായ ലക്ഷ്മിയാണ് ഭാര്യ. രുക്മിണി, വേണു, സുജ, സത്യൻ, ഷിജി എന്നിവർ മക്കളാണ്. PV ഈയുക്കുട്ടി ആൻഡ് സൺസ് ജ്വല്ലറി ഉടമ പാറേമ്പാടം പനക്കൽ ബാബു നിര്യാതനായി. 79 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 4-ന് ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടക്കും. പരേതയായ അന്ന ഭാര്യയാണ്. അഡ്വക്കേറ്റ് ജോജു, ഡോക്ടർ ബിജു എന്നിവർ മക്കളാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.